അച്ഛ SSLC റിസൾട്ട് വന്നു 9A+, 1A. എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്. അച്ഛന് സന്തോഷമായോ? മോൻ നല്ലോണം പഠിച്ചല്ലോ, മതി. വയ്യാതെ കിടന്നിട്ട് പോലും മോൻ നല്ലോണം പഠിച്ചല്ലോ, സന്തോഷമായി. ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മോള് മിടുക്കിയായി പഠിച്ച് മിന്നുന്ന വിജയം നേടിയത്. എന്നാലും മോളെ, ഇതാണ് ഇരട്ടി മധുരം. ഈ വിജയങ്ങൾക്കാണ് ഇരട്ടി മധുരമുള്ളത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അണ്ണന്റെ ഈ ഒരവസ്ഥയിൽ അവള് നല്ല വിഷമഘട്ടത്തിലായിരുന്നു ആ പരീക്ഷ എഴുതിയത്. എന്നാലും അവള് നല്ല മാർക്കോടെ ജയിച്ച്. എന്നാൽ സന്തോഷമായോ? മോള് 9A+, 1A നേടി. മികച്ച വിജയമാണ്. എന്തായാലും മോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണല്ലോ മിടുക്കിയായി പഠിച്ച് ഇത്രയും അഭിമാനകരമായ നേട്ടം നേടി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പത്തനാപുരത്തിനടുത്ത് പട്ടാഴി ചെളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഒരു മോളെ കണ്ടില്ലേ? ഈ മോളുടെ പേര് അർച്ചന എന്നാണ് അല്ലേ? മോള് പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. 9 വിഷയങ്ങൾക്ക് A+, 1 വിഷയത്തിന് A നേടി മികച്ച വിജയമാണ് നേടിയത്. നമ്മുടെ അച്ഛൻ കിടക്കുന്നുണ്ടല്ലേ? ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മോള് പഠിച്ച് മിടുക്കിയായി ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. മോള് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അച്ഛനെയും കൊണ്ട് അമ്മ ആശുപത്രിയിലാണ്. ഈ വീട്ടിൽ ആരുമില്ല. ഭയങ്കര വിഷമമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. എല്ലാരും നാളെ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മയും അച്ഛനും മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു. ബുദ്ധിമുട്ടറിഞ്ഞ് പഠിച്ച്. അണ്ണ ഇതുപോലെ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. അപ്പൊ മീനത്തൊരു വീട്ടിൽ ജോലിക്കായിട്ട് പോയതായിരുന്നു. അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു ഇതുപോലെ തേങ്ങ വിളഞ്ഞ് അടക്കുക, അടത്തി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അണ്ണൻ തേങ്ങ അടത്താൻ കയറിയതായിരുന്നു. അവസ്ഥവശാല് തെങ്ങിന്ന് വീണ് നട്ടലിന് നല്ല ഒടുവും വാരിയലുകൾക്ക് നല്ല ക്ഷതമേറ്റ്. അങ്ങനെ കാലിന് രണ്ടിനും ചലനശേഷി നഷ്ടമായി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് 8 മാസത്തോളം ആവും, പഴയ രീതി തന്നെ ആവണമെങ്കിൽ 8 മാസം ആവുമെന്ന് പറഞ്ഞു. ചികിത്സയ്ക്കും മറ്റും ഇനി മുന്നോട്ടുള്ള കാര്യത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാ. എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം സഹായിച്ചാ ഇതുവരെയും മുന്നോട്ട് പോകുന്നത്. ചേച്ചി ജോലിക്കൊക്കെ പോകുമായിരുന്നു? ഞാൻ തൊഴിലുറപ്പിനും കാറ്ററിംഗ് വർക്കിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥ.